നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് അഭിഷേക് പ്രതിഭ ദമ്പതികളെയാണ്. ഇതിൽ ഭാര്യ ജഡ്ജിയും ഭർത്താവ് വക്കീലുമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിലും സ്വഭാവം ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക, ജീവിതം തന്നെ തകർന്നു പോകും. സോ ഭാര്യയും ഭർത്താവുമായ ഇവരുടെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ ജോലി തന്നെയാണ്. അതായത് അഭിഷേക് ഡൽഹിയിലുള്ളൊരു കോടതിയിലും അതുകൂടാതെ പ്രതിഭ കാൺപൂരിലെ ജഡ്ജിയുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീക്കെൻഡ് മാത്രമാണ്. പ്രതിഭ ജഡ്ജി ആയതുകൊണ്ട് തന്നെ കാൺപൂരിൽ അവർക്ക് വലിയൊരു വീട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഭിഷേകിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്കെൻഡിൽ ഈ പറയുന്ന വീട്ടിലേക്ക് അഭിഷേക് വന്നിട്ട് തന്റെ ഭാര്യയുടെ കൂടി ഇരുന്ന് സൺഡേ നൈറ്റോട് കൂടി തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. ഇതാണ് അവരുടെ ഒരു രീതി. അഭിഷേക് പ്രതിഭ ദമ്പതികളുടെ ജീവിതം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒക്ടോബർ 8, 2016 അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. തന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് കാൺപൂരിലേക്ക് അഭിഷേക് ഡൽഹിയിൽ നിന്നും വരികയാണ്. സാധാരണ ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അഭിഷേക് പ്രതിഭയെ വിളിക്കും, അതിനുശേഷം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും വിളിക്കും. പക്ഷേ ഇവിടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ആ സമയത്ത് പ്രതിഭയെ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. പ്രതിഭ ഒരു നീതിപതിയാണ്, അവർക്ക് ഒരുപാട് ബിസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അഭിഷേക് വീട്ടിൽ നിന്നും ഇറങ്ങി ശേഷം വണ്ടി എടുത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും തൻ്റെ ഭാര്യയെ വിളിച്ചു. അപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ തിരക്കായിരിക്കും എന്ന് തന്നെ വിചാരിച്ചിട്ട് കാൺപൂരിലേക്ക് അഭിഷേക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും ഇറങ്ങി ഒരുപാട് സമയം കഴിഞ്ഞ് പുലർച്ചെ 5 മണിയോട് എടുക്കുന്ന സമയത്ത് അഭിഷേക് വീണ്ടും പ്രതിഭയെ വിളിച്ചു നോക്കുകയാണ്. പക്ഷേ അപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അഭിഷേകിന് ഒരു പേടിയും സംശയം തോന്നുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, എന്തെങ്കിലും ബിസി ആണെങ്കിൽ ഫോൺ എടുക്കാതിരിക്കാം. പക്ഷേ ഇവിടെ തിരിച്ച് വിളിച്ചിട്ടേ ഇല്ല. തൻ്റെ ഭാര്യ തൻ്റെ കോൾ കണ്ടാൽ തീർച്ചയായിട്ടും തിരികെ വിളിക്കുമെന്ന് അഭിഷേകിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കാൺപൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. രാവിലെ 8 മണിയായ സമയത്ത് പ്രതിഭയ്ക്കായിട്ട് കൊടുത്ത കാൺപൂരിലെ ആ വീട്ടിന് മുന്നിലേക്ക് അഭിഷേക് എത്തിച്ചേരുന്നു. ആ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. പക്ഷേ ഒരുപാട് തവണ അടിച്ചു എങ്കിലും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ലാതെ ഒരുപാട് തവണ വാതിലിലും തട്ടി നോക്കി, വീണ്ടും പ്രതിഭയെ ഫോണിൽ വിളിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം കുറച്ചു നേരം ഈ ഒരു കാര്യം തുടർന്നിട്ട് അഭിഷേകിന് തോന്നുകയാണ് ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല, ഈ വാതിൽ തല്ലിപ്പൊളിച്ചുള്ളിൽ കയറാമെന്ന്. അങ്ങനെ ഈ വാതിൽ തുറക്കാനായിട്ട് ആൾ പരിശ്രമിക്കാൻ തുടങ്ങി. അവസാനം ഒരു വലിയൊരു പലകയുടെ ഒരു മുട്ടി കൊണ്ടുവന്ന് ഇടിച്ചിടിച്ചിടിച്ച് ആ ഒരു വാതിൽ പൊട്ടിച്ചിട്ട് അയാൾ ഉള്ളിലേക്ക് കയറി. വീട്ടിനുള്ളിൽ എല്ലാവരുടെയും ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. അയാൾ വേഗം തന്നെ പോയിട്ട് ആ വീടിൻ്റെ ലിവിംഗ് റൂമിലെ ലൈറ്റ് ഓണാക്കി. അങ്ങനെ ഓണാക്കി അയാൾ അവിടെ കണ്ട കാഴ്ച, ആ വീട്ടിലെ ലിവിംഗ് റൂമിലെ ഫാനിൽ താൻ പ്രണയിച്ച് ഒരുപാട് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ അവിടെ തൂങ്ങി നിൽക്കുകയാണ്. അഭിഷേകിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. അയാൾ വേഗം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ആ കാലിൽ പിടിച്ച് പൊക്കി ആ ഒരു കെട്ടെല്ലാം തന്നെ അഴിച്ച് നിലത്ത് കിടത്തി. എന്നിട്ട് ആ ഒരു ബോഡി പരിശോധിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു എന്ന്. അഭിഷേക് പ്രതിഭയുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ചില പാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രതിഭയുടെ കൈയിൻ്റെ ഭാഗമെല്ലാം തന്നെ ഒരു ബ്ലേഡ് കൊണ്ട് എന്തോ അറുത്ത രീതിയിൽ കാണുന്നുണ്ട്. അതുകൂടാതെ അവിടെ എല്ലാം രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഇതുപോലൊരു സാഹചര്യം വരികയാണെങ്കിൽ ഏതൊരു ഭർത്താവും ചുമ്മാ ഇങ്ങനെ കരയാതെ നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഇവിടെ അഭിഷേകിൻ്റെ കാര്യം അങ്ങനെയല്ല. അയാൾ ഒരു ലോയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ കാര്യമായിട്ടൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ പോയിട്ട് അവിടെ ചെന്ന് തൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു. കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ഭാര്യ ഇങ്ങനെ മരിച്ചു എന്ന് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു. പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ പാരാമെട്രിക് ടീമിനെയും കൂട്ടിയിട്ട് ഈ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവർ പരിശോധിച്ചതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് പ്രതിഭ മരിച്ചിട്ട് മണിക്കൂറുകളായി എന്നാണ്. അതുകൂടാതെ മരിച്ചിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു ജഡ്ജിയാണ്. ഒരു സാധാരണ ആൾ ഇതുപോലെ കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ കൂടിയും നിറയെ ആളുകൾ വന്ന് തടിച്ചു കൂടും. പക്ഷേ ഇവിടെ ഒരു ജഡ്ജി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡ് അവിടേക്ക് തിങ്ങി നിറയാണ്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും താമസിക്കാതെ അന്വേഷണം ആരംഭിച്ചു. സാധാരണ രീതിയിൽ ഒരു ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ശിക്ഷ വിധിച്ചു എന്ന് വെക്കുക, അവർക്ക് അവരുടെ ഫാമിലിക്ക് എല്ലാം തന്നെ ശത്രുത ഉണ്ടാകും. അപ്പോൾ ഒരു പക്ഷേ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ആ രീതിയിലും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സമ്പന്നരായ പ്രതിഭയുടെയും അഭിഷേകിന്റെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് പ്രതിഭയെ അതിക്രൂരമായിട്ട് ഈ രീതിയിൽ കൊലപ്പെടുത്തിയത്? ഈ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ റിയൽ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. വിവാഹം കഴിഞ്ഞവരാണെങ്കിലും കഴിയാത്തവരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേസിലുണ്ട്. പ്രതിഭയ്ക്ക് ഇപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് പ്രതിഭയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഉത്തർപ്രദേശിലെ ഒരു ചെറിയ കുടുംബത്താണ് പ്രതിഭ ജനിക്കുന്നത്. പ്രതിഭയുടെ അച്ഛൻ ഒരു ബാങ്ക് എംപ്ലോയി ആണ്, അമ്മ ഒരു ഹൗസ് വൈഫും.
ഇവർക്ക് നിയമപരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു ബന്ധവുമില്ല. പക്ഷേ പ്രതിഭയ്ക്ക് ചെറുപ്പം മുതലേ നിയമവ്യവസ്ഥയോട് ഒരുപാട് താല്പര്യമാണ്. അത് പഠിച്ചത് നേടണമെന്ന് ഒരുപാട് ആഗ്രഹമാണ്. ഒരു വക്കീലാവണം എന്ന് മാത്രമാണ് പ്രതിഭയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയ സമയത്ത് ലോ കോളേജിൽ ചേർന്ന് തൻ്റെ നിയമപഠന വിദ്യാഭ്യാസം ആരംഭിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്താണ് അഭിഷേകിനെ പ്രതിഭ കണ്ടുമുട്ടുന്നത്. ഇവിടെ പ്രതിഭയുടെ കുടുംബത്തിലെ ആരും വക്കീലോ ജഡ്ജിയോ ഒന്നുമല്ല. പക്ഷേ അഭിഷേകിന്റെ കുടുംബത്തിൽ അങ്ങനെയല്ല. അവരുടെ ഫാമിലി തന്നെ ഒരു വക്കീലും ജഡ്ജിയും അടങ്ങുന്ന ഒരു വലിയൊരു കുടുംബമാണ്. അതായത് അഭിഷേകിന്റെ ബ്രദർ ഒരു ലോയറാണ്, അഭിഷേകിന്റെ ഫാദർ ഒരു ലോയറാണ്, അവരുടെ ഒരു കുടുംബത്തിൽ ഒരു ജഡ്ജി കൂടിയുണ്ട്. ഓക്കെ, കോളേജ് വിദ്യാഭ്യാസം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഭിഷേകും പ്രതിഭയും നല്ല സുഹൃത്തുക്കളാവുകയാണ്. ഇവരുടെ ഈ സുഹൃത്ത് ബന്ധം ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും അതൊരു പ്രണയമായിട്ട് മാറി. കാര്യം പഠനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും കമ്പയറിംഗ് സ്റ്റഡി അതുപോലെ തന്നെ ഡൗട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിക്കാറുണ്ട്. അവസാനം പരസ്പരം രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം ഇവർ രണ്ടുപേരും പ്രണയിച്ചത്. ഫൈനലി ലോ കോളേജ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആവാൻ പോകുന്ന ആ സമയത്ത് പ്രതിഭ തന്റെ വീട്ടുകാരോട് പറയാണ്, അഭിഷേക് എന്ന പേരുള്ള ഇന്ന ആളെ എനിക്ക് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന്. പ്രതിഭയുടെ വീട്ടുകാർ അത് അതിശക്തമായിട്ട് എതിർക്കുകയാണ്. അവൻ നമ്മളുടെ കാസ്റ്റ് അല്ല, മറ്റൊരു കാസ്റ്റാണ്, അതുകൊണ്ട് ഒരിക്കലും അവന് വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് ഈ വീട്ടുകാർ പറയുന്നു. അതുപോലെ തന്നെ അഭിഷേകിന്റെ വീട്ടുകാരും പറയുന്നു, ഒരിക്കലും പ്രതിഭയെ വിവാഹം കഴിക്കാനായിട്ട് നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ഫാമിലിയിൽ നിന്ന് അതിശക്തമായ എതിർപ്പുകൾ ഇവർ നേരിട്ടുവെങ്കിലും ഇവരുടെ പ്രണയവുമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ജോലി സുരക്ഷിതമാക്കാനായിട്ട് ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും വക്കീലാവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടുപേരും ജഡ്ജിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ജഡ്ജി ആയിക്കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു സ്വർണ്ണക്കപ്പ് കിട്ടിയ പോലെ, അവർ പ്രതീക്ഷിക്കാതെ അത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയ പോലെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എക്സാമിന് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷനും രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ജഡ്ജി ആവാനുള്ള ആ ഒരു എക്സാമും വന്നു ചേർന്നു. രണ്ടുപേരും എക്സാം എഴുതി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഭിഷേകിന് പാസ്സാവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ പ്രതിഭയുടെ കാര്യം അങ്ങനെയല്ല, റാങ്കോട് കൂടി അവരത് പാസ്സാവുകയും ചെയ്തു. അവർ ജഡ്ജി ആവുകയും ചെയ്തു. അഭിഷേകിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വക്കീലുമായി, ഒരാൾ ജഡ്ജി ഒരാൾ വക്കീല്, ഇനി മറ്റെന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? വീട്ടുകാരുടെ സംഭവമൊന്നും ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ച് അവരുടെ വിവാഹം രജിസ്റ്റർ മാരേജ് കഴിച്ചു. തുടർന്ന് അങ്ങോട്ട് അവർ ദാമ്പത്യ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി. വിവാഹശേഷം ജഡ്ജിയായി ജോയിൻ ചെയ്ത പ്രതിഭയ്ക്ക് കാൺപൂർ ഗവൺമെന്റ് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് താമസിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ ഒരു ബംഗ്ലാവിൽ വെച്ചാണ് അവരുടെ ജീവിതവും ആരംഭിക്കുന്നത്. അഭിഷേകിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡൽഹിയിലേക്ക് പോയിട്ട് ഈ കാൺപൂരിലെ ഈ വീട്ടിലേക്ക് വരും. ഇത് തന്നെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ 8, 2016 നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, പ്രതിഭയുടെ ക്രൈം സീനിലേക്ക് വരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഭയുടെ കഴുത്തിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഒരു തുണി കൊണ്ട്, ഒരു ഷോള് പോലുള്ള ഒരു വസ്തു കൊണ്ട് കഴുത്തിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. സോ ആരാണോ കൊലയാളി അവരെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം പ്രതിഭയുടെ കൈയിന്റെ ഭാഗത്തായിട്ട് ബ്ലേഡ് കൊണ്ട് ഒരുപാട് തവണ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ധാരാളം ബ്ലഡ് വെളിയിലേക്ക് പോയിട്ടുണ്ട്. അതും കൂടാതെ പ്രതിഭയുടെ തലയുടെ പുറകുവശത്ത് എന്തോ ഒരു വസ്തു കൊണ്ട്, ഒരു ഇരുമ്പ് വടി പോലുള്ള വസ്തു കൊണ്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. തലയുടെ പുറകുവശത്ത് ധാരാളം ബ്ലഡ് ഉണ്ട്, അവിടെ വലിയൊരു മുറിവുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം ആരാണോ കൊലയാളി അയാൾ പ്രതിഭയെ കെട്ടിത്തൂക്കിയിട്ട് ഈ ഫാനിലേക്ക് കെട്ടിത്തൂക്കി. ഇതാണ് ചെയ്തിരിക്കുന്നത്. കെട്ടിത്തൂക്കിയ ശേഷമാണ് അഭിഷേക് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന അഭിഷേക് തന്റെ ഭാര്യയെ കെട്ടഴിച്ചിട്ട് നിലത്ത് കിടത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത്. അഭിഷേകും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. അഭിഷേക് പോലീസുകാരോട് പറഞ്ഞതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അഭിഷേക് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഈ പറയുന്ന വീടിന്റെ വാതിൽ പൊളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് എന്നാണ്. ആ വീടിന്റെ വാതിൽ പൊളിച്ചുള്ളിലേക്ക് കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വാതിലിന്റെ പൂട്ട് പൊട്ടി നാശമായിട്ടുണ്ടാവും. രണ്ടാമതൊന്നും ഉപയോഗിക്കാനായിട്ട് ആ പൂട്ട് പിന്നെ കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ വീടിന്റെ വാതിൽ ആ ലോക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഒരാൾ വാതിൽ ചവിട്ടി പൊളിച്ചുള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള പൊട്ടലുകളൊന്നും ആ ലോക്കിൽ സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തേത്, അഭിഷേക് പോലീസുകാരോട് പറഞ്ഞ കാര്യം, ആ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ ഫാനിൽ ഇതേ രീതിയിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അഭിഷേക് കണ്ടത്. അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാര്യയെ കെട്ടെല്ലാം തന്നെ അഴിച്ച് നിലത്ത് കിടത്തി എന്നാണ് അഭിഷേക് പറഞ്ഞത്. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഒരാൾ സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാനിൽ കെട്ടി തൂങ്ങുകയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഫാനിൽ ചില ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടാവും, ചില ഭാഗങ്ങൾ ചളിങ്ങിയ രീതിയിൽ ഉണ്ടാവും. എന്നാൽ ആ ഫാനിൽ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അഭിഷേക് പോലീസുകാരോട് പറയുന്നത്,
ഫാനിൽ തൂങ്ങി കിടക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ തൂങ്ങിയതിൻ്റെതായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും ആ ഫാനിലില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇത് കൊലപാതകം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ഇവർ ഫാനിൽ കെട്ടി സ്വയം തൂങ്ങിയതാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി അല്ലെങ്കിൽ യു ഷേപ്പിലായിരിക്കും അവരുടെ കഴുത്തിൽ അടയാളം ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് O ഷേപ്പിലാണ്. ഒരാൾ 2 കൈ കൊണ്ട് കഴുത്തിലേക്ക് പിടിച്ച് അമർത്തി കൊലപ്പെടുത്തിയ രീതിയിലുള്ള പാടുകളാണ് അവരുടെ കഴുത്തിലുള്ളത്. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഈ പറയുന്ന ഒരു തുണി പോലുള്ള ഒരു വസ്തു കൊണ്ട് പിടിച്ച് വലിച്ച് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ 100% ഉറപ്പിക്കുകയാണ്. അതുകൂടാതെ അഭിഷേകിന്റെ മേൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയം തോന്നുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടിയും ആരാണ് ഈ ബോഡി ആദ്യം കണ്ടത്? അവർ തന്നെയായിരിക്കും പ്രൈം സസ്പെക്ട്. അതായത് അവർ തന്നെ ഇത് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അവർ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഭിഷേകിന് ഒരുപാട് ചാൻസ് ഉണ്ട്. അഭിഷേകുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിറയെ സംശയം ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ നേരിട്ട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന്. ഇത് കേട്ടപ്പോൾ അഭിഷേക് പറയുന്ന കാര്യം, നിങ്ങൾ എൻ്റെ മേൽ ഈ കൊലക്കുറ്റം കെട്ടിവെക്കുന്നത് വളരെ കഷ്ടമാണ്. ഒക്ടോബർ 8-ാം തീയതി രാവിലെ ഞാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് വന്നതേ ഉള്ളൂ. എത്ര മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് എത്തി, അതിനുശേഷം ഇവിടെ എന്തെല്ലാമാണ് സംഭവിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ അവിടെ നിന്ന് വന്നതേ ഉള്ളൂ എന്നത് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്കത് മാത്രം മതി എന്നാണ് അഭിഷേക് പറയുന്നത്. അഭിഷേക് ഇങ്ങനെ ഡൽഹിയിൽ നിന്നും വന്നതിൻ്റെ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിഷേകിനെ സംശയിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭാര്യ ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നിൽക്കുകയാണെങ്കിൽ ഏതൊരു ഭർത്താവും ആരോടൊന്നും പറയാതെ നേരെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ ഒരു കാര്യം അറിയിക്കില്ല. കാര്യം ആ മരിച്ചിരിക്കുന്നത് ഒരു ജഡ്ജിയാണ്. അവരുടെ വീട്ടിന് വെളിയിൽ സെക്യൂരിറ്റി ഗാർഡുണ്ട്. അതുകൂടാതെ അവിടെ ഒരുപാട് നിയമപാലകരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭർത്താവ് നിലവിളിച്ച് നന്നായിട്ട് കരയും. കരഞ്ഞ ശേഷം അവർ തീർച്ചയായിട്ടും വെളിയിൽ വന്നിട്ട് ബാക്കിയുള്ളവരോട് ഈ ഒരു കാര്യം പറയും. എന്നിട്ടായിരിക്കും തുടർന്നുള്ള ഫോർമാലിറ്റീസ് എല്ലാം തന്നെ സംഭവിക്കുക. ഇവിടെ അഭിഷേക് കൃത്യമായിട്ട് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതുവരെ മറ്റാരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അഭിഷേകിന്റെ ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് സംശയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഭയുടെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. അഭിഷേകുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ആ അമ്മ എടുത്ത വായി പറഞ്ഞത്, എൻ്റെ മരുമകനായിട്ടുള്ള അഭിഷേക് തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്നാണ്. എൻ്റെ മകൾ അവനെ ഒരുപാട് പ്രണയിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാം അനിഷ്ടം കൂടെ പിടിച്ചു പറ്റിയിട്ട്. പക്ഷേ അവൻ അവളെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് ക്രൂരമായിട്ട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിഭയുടെ അമ്മ പറയുകയാണ്. പ്രതിഭയുടെ അമ്മ അഭിഷേകാണ് ഇത് ചെയ്തത് എന്ന് പോലീസുകാരോട് പറയുക മാത്രമല്ല, എൻ്റെ മകളെ ഇവനാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കംപ്ലൈന്റ് കൂടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ പ്രതിഭയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ അതിൽ പറയുന്ന കാര്യം, പ്രതിഭ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ആരോ കൈകൊണ്ട് ഞെരിച്ച് അതിനുശേഷം ഷാള് കൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് പ്രതിഭയുടെ തലയിലേക്ക് മാരകമായിട്ടുള്ളൊരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് ഒരുപാട് തവണ അറുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർ മരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ കഴുത്ത് ഞെരിച്ചും അതുകൂടാതെ ഷാള് കൊണ്ട് കഴുത്തിൽ മുറുക്കിയും എല്ലാം തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്ത ശേഷം അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിഭ 3 മാസം പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു കാര്യം. ഈ കേസിൽ ഒരേ ഒരു സസ്പെക്ട് മാത്രമേ ഉള്ളൂ, അത് പ്രതിഭയുടെ ഭർത്താവായിട്ടുള്ള അഭിഷേകാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊന്നും ചിന്തിക്കാതെ നേരത്തെ ജസ്റ്റ് ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ്. അഭിഷേകിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അഭിഷേക് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു ലോയറാണ്, അതും ഒരു ക്രിമിനൽ ലോയറാണ്. സാധാരണ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് അയാൾ വെളിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അഭിഷേകിനെതിരെയുള്ള തെളിവുകൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾ വെളിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അഭിഷേകിനെതിരെയുള്ള തെളിവുകളെല്ലാം അതിശക്തമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അഭിഷേകിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അഭിഷേകിന്റെ ഫോൺ മേടിച്ചിട്ട് അതിലെ മെസ്സേജസ് എല്ലാം തന്നെ ജസ്റ്റ് നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയ സമയത്താണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. വെളിയിൽ നിന്നും നോക്കുന്നവർക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സുന്ദരമായിട്ടും സന്തോഷമായിട്ടുമാണ് തോന്നുക. പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല. അതാണ് ആ മെസ്സേജുകളെല്ലാം തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് വായിക്കുമ്പോൾ എല്ലാ ദിവസവും ഇവർ തമ്മിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മെസ്സേജിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രതിഭ പ്രഗ്നന്റ് ആയത് അഭിഷേകിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് ഒരുപാട് തവണ
പ്രതിഭയോട് അഭിഷേക് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് വഴി. അതിനെ ചൊല്ലിയിട്ട് ഇവർ തമ്മിൽ ഒരുപാട് തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഭിഷേകിന്റെ ഫോണിൽ നിന്നുകൂടെ സംശയത്തിനാസ്പദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെടുത്തത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിഷേകിനോട് ചോദ്യം ചെയ്യാണ്. ഇതുവരെ ചോദ്യം ചെയ്ത സമയത്ത് അഭിഷേക് പറയുന്നത് ഞാനല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരോ സംശയങ്ങളായിട്ട് മുന്നിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് ഒരു സാഹചര്യത്തിൽ അഭിഷേക് പൊട്ടിക്കരയാണ്. എന്നിട്ട് അഭിഷേക് പറഞ്ഞു, ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന്. എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് അഭിഷേക് പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഞാനും എൻ്റെ ഭാര്യയും പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ലോയറായിട്ടിരിക്കുന്ന ആ സമയത്താണ് ജഡ്ജിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സാം ഞങ്ങൾ രണ്ടുപേരും എഴുതിയത്. പക്ഷേ എൻ്റെ ഭാര്യ മാത്രമേ അതിൽ പാസ്സായുള്ളൂ, ഞാൻ അതിൽ പാസ്സായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഭാര്യയോട് വല്ലാത്തൊരു അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നെ ഒരുപാട് ചെറുതായി കാണുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രതിഭ സുപ്പീരിയർ ആയിട്ട് എന്നോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല എങ്കിലും എൻ്റെ ഉള്ളിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു തോന്നൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്നെ ഒരിക്കലും ഉറങ്ങാൻ സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതുപോലൊരു പ്രശ്നം അഭിഷേകിന്റെ മനസ്സിൽ നിൽക്കുന്ന ആ സമയത്താണ് പ്രതിഭ പ്രഗ്നന്റ് ആവുന്നത്. അഭിഷേകിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ജോളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. വളരെ ജോളി ആയിട്ട് മുന്നോട്ട് പോകണം, സുഹൃത്തുക്കളുടെ കൂടെ നന്നായിട്ട് മദ്യപിക്കണം, അവരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിന് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് അഭിഷേകിന് ഇഷ്ടം. പെട്ടെന്ന് കുട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അതുകൊണ്ട് കുട്ടി വേണ്ട എന്ന് അഭിഷേക് പ്രതിഭയോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിഷേകിന്റെ ഒരുതരം മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും. അവരടിച്ച് പൊളിച്ച് സുഹൃത്തുക്കളുടെ കൂടെ പലപ്പോഴും ട്രിപ്പിന് പോയിട്ടും അതുപോലെ തന്നെ വെളിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും അവർക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് അവരെ വെളിയിൽ കാണാനേ കഴിയില്ല. ഇനിയിപ്പോൾ അവർക്കൊരു കുട്ടി കൂടെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തിലേക്ക് എൻ്റർ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അവർ പഴയ പോലെയൊന്നും നടക്കില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വളരെ കുറവായിരിക്കും. ചില ആളുകൾ ഈ റെസ്പോൺസിബിലിറ്റിയെ അംഗീകരിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ മറ്റു ചില ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വരും. എന്നാൽ ചില കൂട്ടരുണ്ട്, അവർക്കിത് പറ്റുകയില്ല. ഏത് വിധേനയും ഇത് നടക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ആ ഒരു ടൈപ്പാണ് അഭിഷേക് പ്രതിഭയോട് ഈ കുഞ്ഞ് നമുക്ക് വേണ്ട എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടും പ്രതിഭ ഇത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രതിഭ ചിന്തിക്കുന്നത്, നമ്മൾ രണ്ടുപേരുടെയും ഫാമിലി നമ്മളുടെ കൂടെ ഇല്ല. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ഫാമിലിയും നമ്മൾക്ക് അരികിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞിന് ജന്മം നൽകിയേ മതിയാവൂ എന്ന് പ്രതിഭ അഭിഷേകിനോട് ഉറപ്പിച്ച് പറയാണ്. പക്ഷേ അഭിഷേകിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭയോട് ഓൾറെഡി പ്രതിഭ ഇങ്ങനെ ജഡ്ജിയൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കുന്നില്ല എന്നായപ്പോൾ അഭിഷേകിന്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും പ്രതിഭയോട് തോന്നുകയാണ്. ഇതിനുശേഷം മറ്റൊരു സംഭവം കൂടെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം രണ്ട് ഫാമിലിയും ഇവരുടെ കൂടെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രതിഭയുടെ അമ്മ പ്രതിഭയെ ഫോണിൽ വിളിക്കുകയാണ്, എന്നിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പ്രതിഭയ്ക്ക് ഒരുപാട് സന്തോഷമായി എങ്കിലും അഭിഷേകിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലി എന്തായാലും എൻ്റെ കൂടെ ഇല്ലല്ലോ, അപ്പോൾ നിനക്ക് മാത്രം നിന്റെ ഫാമിലിയെ വേണമല്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അഭിഷേകിന് ഉണ്ടായിരുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിഭയുടെ അമ്മ ഒരു ദിവസം പറയുകയാണ്, എനിക്കൊന്ന് നിന്നെ നേരിട്ട് കാണണമെന്ന്. പ്രതിഭ തൻ്റെ ഭർത്താവായിട്ടുള്ള അഭിഷേകിനോട് ഈ ഒരു കാര്യം പറഞ്ഞു. അഭിഷേക് പറഞ്ഞു, നീ ഒരിക്കലും നിൻ്റെ അമ്മയുടെ അരികിൽ പോവേണ്ട എന്ന്. പക്ഷേ പ്രതിഭ അഭിഷേക് പറഞ്ഞത് കേൾക്കാതെ തൻ്റെ അമ്മയെ കാണാനായിട്ട് പോയി. ഈ ഒരു സംഭവം കൂടായപ്പോൾ അഭിഷേകിന് പ്രതിഭയോട് ഒട്ടും താല്പര്യമില്ലാതായി. ഞാൻ എന്ത് പറഞ്ഞാലും ഇവൾ കേൾക്കുന്നില്ലല്ലോ, ഇവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു, അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രിയിൽ പ്രതിഭയുടെ കൂടെ താമസിക്കാനായിട്ട് വന്നതാണ് അഭിഷേക്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ ഡൽഹിയിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഡൽഹിയിലേക്ക് തിരികെ പോയ ശേഷം പ്രതിഭ ചിന്തിക്കുന്നത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആശിച്ചിട്ട് വിവാഹം കഴിച്ചതാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതം എന്താണ് ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? സമാധാനം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം ഞങ്ങൾ ദൂരെ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാവാം. ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ താമസിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഇവിടെ പ്രതിഭ വിചാരിക്കുകയാണ്. എന്തായാലും തൻ്റെ ഭർത്താവിനെ കാണാനായിട്ട് ഡൽഹിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പ്രതിഭ നേരെ അതിനുശേഷം ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിലേക്ക് എത്തിയിട്ട് ഭർത്താവിനെ കണ്ട് വളരെ മയത്തിൽ സംസാരിച്ച് നല്ല സ്നേഹത്തിലാവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡൽഹിയിലേക്ക് എത്തിയ ശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും ഒരുപാട് വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്. മുമ്പ് ഉണ്ടായതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് പ്രതിഭ തൻ്റെ ഭർത്താവിനെ കാണാനായിട്ട് ഡൽഹിയിലേക്ക് പോയത്. 8-ാം തീയതി കാറിൽ വെച്ച് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കിടിക്കുകയാണ്. അങ്ങനെ പ്രതിഭ തന്നെ പറയാണ്, ഞാൻ കാൺപൂരിലേക്ക് തിരികെ പോവുകയാണ്, എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് മതിയായി എന്ന് പറഞ്ഞിട്ട് ആ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ കാൺപൂരിലേക്ക് വരികയാണ്. പ്രതിഭ ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് പോയ ശേഷം അഭിഷേകിനെ പ്രതിഭയോട് വല്ലാത്തൊരു വെറുപ്പും അറപ്പും എങ്ങനെയെങ്കിലും ഇവിടെ ഇല്ലാതാക്കണം എന്നൊരു തോന്നൽ വരികയാണ്. അങ്ങനെ തൻ്റെ ഭാര്യ പോയ ശേഷം പുറകെ അഭിഷേകും പോവുകയാണ്.
അങ്ങനെയാണ് 8-ാം തീയതി രാത്രിയിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ച് നേരെ രാവിലെ 9-ാം തീയതി രാവിലെ 5 മണിയാവുന്ന 6 മണിയോട് എടുക്കുന്ന ആ ഒരു സമയത്ത് ഭാര്യ താമസിക്കുന്ന വീട്ടിൻ്റെ അവിടേക്ക് അഭിഷേക് എത്തുന്നത്. വീട്ടിനുള്ളിലെത്തി അഭിഷേക് തൻ്റെ ഭാര്യയോട് സംസാരിക്കാനായി ആരംഭിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഹെവി ആയിട്ടുള്ള വഴക്കുണ്ടാവുകയാണ്. അവസാനം അഭിഷേക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് പ്രതിഭയുടെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടി കൊണ്ട പ്രതിഭ അവിടെ വെച്ച് മയക്കം വന്ന് നിലത്ത് വീണു. പ്രതിഭ നിലത്ത് വീണു എന്നറിഞ്ഞതും ഒരിക്കലും അവളെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അഭിഷേക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലേഡ് എടുത്ത് പ്രതിഭയുടെ കൈയിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലഡ് എല്ലാം തന്നെ ഒഴുകി ഒരുപാട് പോയെങ്കിലും അവൾ മരിച്ചിട്ടില്ല എന്ന് അവസാനം അഭിഷേകിന് മനസ്സിലായി. അങ്ങനെ അഭിഷേക് കൈകൊണ്ട് പ്രതിഭയുടെ കഴുത്തിൽ അതിശക്തമായിട്ട് ഞെരിച്ച് അവരെ കൊലപ്പെടുത്തുകയാണ്. ഇങ്ങനെ കൊലപ്പെടുത്തിയ ശേഷവും ഇനി ഒരു പക്ഷേ മരിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി പോലുള്ളൊരു വസ്തു എടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് അതിക്രൂരമായിട്ട് വീണ്ടും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം ഇതൊരു സ്വയം ജീവൻ അവസാനിപ്പിക്കലാണ് എന്ന് എല്ലാവർക്കും തോന്നാൻ വേണ്ടിയിട്ടാണ് ഒരു കയറെടുത്ത് വന്ന് കഴുത്തിൽ കുരുക്കെല്ലാം തന്നെ ഇട്ട് ഫാനിൽ കെട്ടി തൂക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫാനിൽ കെട്ടി തൂക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു കെട്ട് കൃത്യമാവാതെയാണെന്ന് തോന്നുന്നു ആ ഒരു ബോഡി കയറഴിഞ്ഞ് നിലത്ത് വീഴാണ്. ബോഡി ഈ രീതിയിൽ നിലത്ത് വീണത് കൊണ്ടാണ് അഭിഷേക് പോലീസുകാരോട് പറഞ്ഞത്, ഞാൻ ഇവിടേക്ക് എത്തുന്ന സമയത്ത് തൂങ്ങിയ അവസ്ഥയിലായിരുന്നു, ഞാൻ അപ്പോൾ തന്നെ കയറെല്ലാം അഴിച്ച് നിലത്ത് കിടത്തി എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. 5 മണിക്കും 6 മണിക്കും ഇടയിലാണ് പ്രതിഭയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നാൽ അഭിഷേക് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ ആ ഒരു സമയം എന്ന് പറയുന്നത് 9 മണിയാണ്. ഈ 6 മണി മുതൽ 9 മണി വരെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് തന്നെ വണ്ടി എടുത്ത് നേരെ വെളിയിൽ പോയി ഈ ഒരു കൊലപാതകം നടത്തിയ ശേഷം. എന്നിട്ട് ഒരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് 3 മണിക്കൂറോളം ആലോചിച്ചുകൊണ്ടിരുന്നു. പോലീസുകാർ എന്തെല്ലാം ചോദ്യങ്ങളാണ് തന്നോട് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് താൻ കൃത്യമായി പറയേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇങ്ങനൊരു കാര്യം അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര വലിയ വക്കീലാണെങ്കിലും പോലീസുകാർ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കുക എന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും അവൻ ആ ഒരു ക്രൈം, ആ ഒരു കൊലപാതകം നടത്തിയിട്ട് അവിടെ നിന്നും പോയ ശേഷം അവൻ അബ്നോർമലാണ്. അവൻ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുക എന്ന് അവന് പോലും അറിയില്ല. അങ്ങനെയാണ് പോലീസുകാർക്കായിട്ട് ഒരുപാട് തെളിവുകൾ അവിടെ ഇവിടെയായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നത്. അവൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്താലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനൊരു കൊലപാതകയാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ അവൻ തന്നെ അറിയാതെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും. ഈ കേസ് പൂർണ്ണമായും മനസ്സിലാക്കിയതിൽ നിന്ന് അഭിഷേക് പ്രതിഭയെ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈഗോ, രണ്ടാമത്തേത് അസൂയ, ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സ്വന്തം ഭാര്യയെ അയാൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും വക്കീലായിരിക്കെ ജഡ്ജിക്കായിട്ടുള്ള എക്സാം എഴുതി എൻ്റെ ഭാര്യ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വന്തം ഭാര്യയോട് അതിൻ്റെ പേരിലൊരു ഈഗോ തോന്നുകയാണ്. അവൾ ജഡ്ജി ആയില്ലേ, ഞാൻ വെറും വക്കീലായി പോയോ, എല്ലാവരും എന്നെ അങ്ങനെയാണോ കാണുക, എനിക്ക് അവളുടെ കൂടെ നടക്കാനായിട്ട് കഴിയില്ലേ എന്നൊരു പ്രത്യേകതരം തോന്നല് ഇവിടെ അഭിഷേകിന് തോന്നുകയാണ്. അടുത്തതായിട്ട് ഇവർ 2 പേരും വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ഭാര്യ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ പ്രഗ്നൻ്റ് ആയ ശേഷം ഒരാൾ ഇവിടെ അഭിഷേക് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്, എൻ്റെ അഭിപ്രായം കുഞ്ഞ് വേണ്ട എന്നാണ്, അതുകൊണ്ട് കുഞ്ഞ് വേണ്ട. എൻ്റെ ഭാര്യയ്ക്ക് എന്ത് അഭിപ്രായമാണുള്ളത്, അതുകൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊരു കാര്യം മാനിക്കുന്നേ ഇല്ല. എനിക്ക് വേണ്ട എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് നിനക്കും വേണ്ട എന്ന് ഇവിടെ തറപ്പിച്ച് പറയുകയാണ്. അഭിഷേകിൻ്റെ ഈഗോയും അസൂയയും കാരണം വളരെ ടാലൻ്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരു ജഡ്ജി ഇല്ലാതായി. ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിഷേക് ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ജയിലിലാണ്. എന്താണ് ഈ കേസിൽ എന്ത് ശിക്ഷയാണ് ഇയാൾക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം, കാത്തിരുന്ന് തന്നെ അറിയണം. ഈ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണോ വേണ്ടാത്തത് അത് എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം ഭാര്യയോട് തന്നെ അസൂയ. എൻ്റെ ഭാര്യ ഈ പറയുന്ന പോലെ ജഡ്ജിയായി എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനമല്ലേ വേണ്ടത്? കാരണം എൻ്റെ ഭാര്യ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനം കൊള്ളണം. ഇവിടെ അസൂയ വന്നിട്ട് അവൾ അങ്ങനെ ആയില്ലേ എന്നൊരു മൈൻഡ് സെറ്റ്, ഇത് വളരെ വിചിത്രമാണ്. ചിലപ്പോൾ വിചിത്രമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പല ആളുകളുടെ പല കുടുംബത്തിലും ഇതൊന്നും വിചിത്രമല്ല, അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. ജഡ്ജി വക്കീല് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ കാര്യങ്ങൾ അത്ര വ്യക്തമാവില്ല. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് വെളിയിൽ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഭർത്താവ് അധികം പൈസ സമ്പാദിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഭാര്യ അധികം പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഭാര്യയാണ് അധികം പണം സമ്പാദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സൗണ്ടിന് കുറച്ച് പവർ കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ ഭർത്താവാണ് അധികം പണം സമ്പാദിക്കുന്നത് എങ്കിൽ ഭർത്താവിൻ്റെ ശബ്ദത്തിന്, അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഭർത്താവിൻ്റെ ശബ്ദം കുറച്ച് കൂടുതലായിരിക്കും. ശരിക്കും അങ്ങനെയൊന്നും വരാൻ പാടില്ല. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളെ ഇന്നത് ചെയ്യും എന്നൊക്കെ പറയേണ്ടത് ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ്. അതല്ലാതെ എത്ര പണം സമ്പാദിക്കുന്നുണ്ട്, ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എത്ര സ്വത്ത് ഒരാളുടെ പേരിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല. ഒരു ഈക്വൽ പാർട്ട്ണർ ആവുക എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന സമ്പാദനമോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ മാനദണ്ഡമായിട്ട് വരാൻ പാടില്ല. ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.